ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അംബേദ്കറിന്റെ പാത പിന്തുടർന്ന് എല്ലാവരെയും ഉൾച്ചേർത്തുള്ള നീതിയുക്തമായ നയങ്ങളാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹരിയാനയിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഗൃഹാതുര സ്മരണകളുമായി വിഷു ആഘോഷിച്ച മലയാളികൾ. സംസ്ഥാനത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. മുതലപ്പുഴയിൽ അഴിമുഖം മണൽ മൂടിയതിനാൽ മത്സ്യബന്ധനം മറ്റ് ഹാർബറുകളിലേക്ക് മാറ്റാൻ നീക്കം. മത്സ്യത്തൊഴിലാളികളുമായി സർക്കാർ ചർച്ച നടത്തുമെന്ന് റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ പാത പിന്തുടർന്ന് എല്ലാവരെയും ഉൾച്ചേർത്തുള്ള നീതിയുക്തമായ നയങ്ങളാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് നിയമ ഭേദഗതി പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും ആദിവാസി ഭൂമി സംരക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിരവധി മുസ്ലിം വിധവകൾ സർക്കാരിന് കത്തെഴുതിയതിനെ തുടർന്നാണ് വഖഫ് നിയമം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഹരിയാനയിലെ ഹിസാറിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിസാറിലും യമുന നഗറിലും വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. സംസ്ഥാനത്തിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗങ്ങൾ മറ്റന്നാൾ രാവിലെ 11:30 മതമേലധ്യക്ഷന്മാരുടെ യോഗം നടക്കും. വൈകിട്ട് 3:30 സർവകക്ഷി യോഗം. 2 യോഗങ്ങളും ഓൺലൈനായാണ് ചേരുക. ഗൃഹാതുര സ്മരണകളുമായി ഒരു വിഷു കൂടി കടന്നുപോയി. കണി കണ്ടും കൈനീട്ടം വാങ്ങിയും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് വിഷു ആഘോഷിച്ചു. വിഷുപ്പുലരിയിൽ ഗുരുവായൂർ, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങി കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. വിഷു ആഘോഷത്തിനൊപ്പം ഇന്ന് തമിഴ് പുത്താണ്ടിന്റെ ആഘോഷ നിറവിൽ പാലക്കാട്ടെ അതിർത്തി ഗ്രാമങ്ങൾ. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. വിഷുവിന് സമാനമായി തമിഴ് കലണ്ടർ പ്രകാരമുള്ള വർഷാരംഭ ദിനത്തിലാണ് തമിഴ് പുത്താണ്ട് ആഘോഷിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ കിഴക്കൻ മേഖലയിലുള്ള അതിർത്തി ഗ്രാമങ്ങളിൽ വിഷുവിനൊപ്പം തമിഴ് പുത്താണ്ടും പ്രചാരത്തിലുള്ള ഒരു ആഘോഷമാണ്. താലത്തിൽ വെറ്റിലയും പഴങ്ങളും നിരത്തിയുള്ള കണികാണലോടെ തന്നെയാണ് തമിഴ് പുത്താണ്ട് ആഘോഷത്തിനും തുടക്കമിടുന്നത്. വീടുകൾക്ക് മുന്നിൽ പ്രത്യേക രീതിയിലുള്ള കോലങ്ങളും തയ്യാറാക്കും. കുടുംബത്തോടൊപ്പം ക്ഷേത്ര ദർശനവും നടത്തി പ്രത്യേക വിഭവങ്ങളൊരുക്കി സന്തോഷം പങ്കിട്ടാണ് പുത്താണ്ട് ആഘോഷത്തെ അതിർത്തി ഗ്രാമങ്ങൾ വരവേറ്റിരിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് വിഷുക്കണി കാണാനും വിഷു കൈനീട്ടം വാങ്ങാനും നിരവധി തീർത്ഥാടകരെത്തി. ശബരിമലയിൽ പൂജിച്ച അയ്യപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണ ലോക്കറ്റുകളുടെ വിതരണോദ്ഘാടനം ദേവസ്വം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത ഭക്തരിൽ നിന്നും തിരഞ്ഞെടുത്ത ആന്ധ്രാപ്രദേശ് സ്വദേശിക്ക് ആദ്യ ലോക്കറ്റ് കൈമാറി. 2 ഗ്രാം, 4 ഗ്രാം, 8 ഗ്രാം എന്നിങ്ങനെ വ്യത്യസ്ത തൂക്കത്തിലുള്ള ലോക്കറ്റുകൾ ലഭ്യമാണ്. പത്തനംതിട്ടയിലെ കോന്നി അടവി മുണ്ടോമൂഴി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ കുട്ടവഞ്ചിയിൽ പൊൻകണി ഒരുക്കി ജീവനക്കാർ. വേനൽ അവധിക്കാലമായതിനാൽ ഇവിടെ വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എ ശ്രീധർ. എലിമുള്ളും പ്ലാക്കൽ വനസംരക്ഷണ സമിതിയുടെ മേൽനോട്ടത്തിൽ കോന്നി അടവി മുണ്ടോമൂഴി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ ജീവനക്കാർ കുട്ടവഞ്ചിയിലൊരുക്കിയ വിഷുക്കണി വിനോദസഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമായി. പഴങ്ങളും പച്ചക്കറികളും നാടൻ കിഴങ്ങു വിഭവങ്ങളും ഒക്കെയായി കുട്ടവഞ്ചിയിലൊരുക്കിയ വിഷുക്കണി കാണുക മാത്രമല്ല, സെൽഫിയും ഫോട്ടോയും ഒക്കെ എടുത്ത് സഞ്ചാരികൾ ഇത് ആഘോഷമാക്കി. കാടിന്റെ കുളിർമയും മനോഹാരിതയും ആവോളം ആസ്വദിച്ച് കല്ലാറിലൂടെ അരമണിക്കൂർ ദൈർഘ്യമുള്ള കുട്ടവഞ്ചി സവാരി ആസ്വദിക്കാൻ വേനൽ അവധിയായതിനാൽ സഞ്ചാരികളുടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇംഗ്ലീഷ് മീഡിയം പാഠപുസ്തകങ്ങൾക്ക് ഹിന്ദി തലക്കെട്ടുകൾ നൽകാനുള്ള NCERTയുടെ തീരുമാനം യുക്തിരഹിതമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഹിന്ദി സംസാരിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ ഭാഷാ വൈവിധ്യത്തെ സംരക്ഷിക്കാനും പ്രാദേശിക സാംസ്കാരിക സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകാനും കേരളം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കലിന്റെയല്ല, മറിച്ച് ശാക്തീകരണത്തിന്റെയും സമവായത്തിന്റെയും ഉപകരണമായിരിക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരളത്തെ ഈ വർഷം നവംബറോടെ അതിദാരിദ്ര്യമുക്തമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് നിരവധി മികച്ച പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. 10 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണമൊരുക്കുന്ന കൊല്ലം നഗരസഭയുടെ ഗുഡ് മോർണിംഗ് കൊല്ലം പദ്ധതിയുടെ ഉദ്ഘാടനം ചിന്നക്കട ബസ് ബേയിൽ നിർവഹിക്കുകയായിരുന്നു ശ്രീമതി ചിഞ്ചുറാണി.
തിരുവനന്തപുരം മുതലപ്പുഴയിൽ അഴിമുഖം മണൽ മൂടിയതിനാൽ മത്സ്യബന്ധനം മറ്റ് ഹാർബറുകളിലേക്ക് മാറ്റാൻ തീരുമാനം. ഇത് സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളുമായി സർക്കാർ ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. പ്രദേശത്തെ മണൽ നീക്കാത്തതിൽ പ്രതിഷേധമുയർന്നിരുന്നു. പൊഴിമുഖം അടഞ്ഞതോടെ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് prasarbharati.gov.in/pb vacancies എന്ന വെബ്സൈറ്റ് വിലാസം സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 30. വിശദ വിവരങ്ങൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 0471-232-4983 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇമെയിൽ വിലാസം arnewstvpm@gmail.com. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 135ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമനീതി മന്ത്രിയായ അംബേദ്കറിന് 1990-ൽ മരണാനന്തരം പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി രാഷ്ട്രം ആദരിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മറ്റ് പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പാർലമെന്റ് മന്ദിരത്തിലെ ബാബാ സാഹിബിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. അംബേദ്കർ ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ സ്പെഷ്യൽ സെക്രട്ടറി ഷാജി സി ബേബി പുഷ്പാർച്ചന നടത്തി. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ബാബാ സാഹിബ് അനുസ്മരണം സംഘടിപ്പിച്ചു. ഡോക്ടർ BR അംബേദ്കറിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനശല്യം തടയുന്നതിനായി സൌരോർജ്ജ തൂക്കുവേലി നിർമ്മാണം പുരോഗമിക്കുന്നു. നിർദ്ദിഷ്ട ആനമതിൽ പൂർത്തീകരിക്കാൻ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിലാണ് തൂക്കുവേലി നിർമ്മാണം തുടങ്ങിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 5.2 കിലോമീറ്റർ ദൂരത്തിൽ അനർട്ടിന്റെ നേതൃത്വത്തിലാണ് സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തൂക്കുവേലിയുടെ നിർമ്മാണം. ആദ്യഘട്ടത്തിൽ 3.6 കിലോമീറ്റർ വേലി സ്ഥാപിക്കും. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ 20 ലക്ഷവും ആറളം ഗ്രാമപഞ്ചായത്തിന്റെ 16 ലക്ഷവും വിനിയോഗിക്കും. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയ 20 ലക്ഷം വിനിയോഗിച്ച് 2ാം ഘട്ടത്തിൽ 1.6 കിലോമീറ്റർ വേലിയും സ്ഥാപിക്കും. വേലി നിർമ്മിക്കേണ്ട സ്ഥലത്തെ അടിക്കാടുകൾ വെട്ടിത്തെളിയിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. 10 കിലോമീറ്ററിലാണ് ആനമതിൽ നിർമ്മിക്കേണ്ടത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഉയർന്ന താപനിലയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അതേസമയം കേരള, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴ. ഇടുക്കി ജില്ലയിൽ വെങ്ങല്ലൂർ, അച്ചൻകവല പ്രദേശങ്ങളിൽ വൈകിട്ട് പെയ്ത മഴയിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തൊടുപുഴ, മൂവാറ്റുപുഴ റോഡിൽ 2 ഇടങ്ങളിലായാണ് മരങ്ങൾ വീണത്. കണ്ണൂർ, വയനാട് ജില്ലകളിലും ശക്തമായ മഴ പെയ്തു. ശക്തമായ കാറ്റിൽ പലയിടത്തും നാശനഷ്ടമുണ്ടായി. സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. പവന് 120 രൂപ കുറഞ്ഞ് 70,040 രൂപയാണ് ഇന്നത്തെ വില. വിഷുദിനത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടർന്ന് ആശാപ്രവർത്തകർ. ആശമാരുടെ നിരാഹാര സമരം 25ാം ദിവസം പിന്നിട്ടു. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന് സമരസമിതി അറിയിച്ചു. പൊതുസമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ന്യായമായ സമരങ്ങളിൽ നടപടിയെടുക്കാത്തത് സർക്കാരിന്റെ ധാർഷ്ട്യമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ആശാപ്രവർത്തകരുടെയും CPO ഉദ്യോഗാർത്ഥികളുടെയും സമരത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സമരം നിർത്തിപ്പോകാൻ പറയുന്നത് ജനാധിപത്യ സർക്കാരിന് യോജിച്ച രീതിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJP കൊല്ലം കിഴക്കൻ ജില്ലാ ആസ്ഥാന മന്ദിരം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ BJPക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തുടരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കൊല്ലം പൂരവും കുടമാറ്റവും നാളെ വൈകിട്ട് ആശ്രമ മൈതാനത്ത് നടക്കും. പൂരം പ്രമാണിച്ച് നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ നഗരസഭാ പരിധിയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. അംബേദ്കറിന്റെ പാത പിന്തുടർന്ന് എല്ലാവരെയും ഉൾച്ചേർത്തുള്ള നീതിയുക്തമായ നയങ്ങളാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹരിയാനയിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഗൃഹാതുര സ്മരണകളുമായി വിഷു ആഘോഷിച്ച് മലയാളികൾ. സംസ്ഥാനത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. മുതലപ്പുഴയിൽ അഴിമുഖം മണൽ മൂടിയതിനാൽ മത്സ്യബന്ധനം മറ്റ് ഹാർബറുകളിലേക്ക് മാറ്റാൻ നീക്കം.
മത്സ്യത്തൊഴിലാളികളുമായി സർക്കാർ ചർച്ച നടത്തുമെന്ന് റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.